നിശബ്ദ പ്രചരണ ദിനത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചിരിക്കുകയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ അരുവിത്തുറ പള്ളിയിലെത്തിയ സുരേഷ് ഗോപി രാവിലെ പാലാകുരിശു പള്ളിയിലെത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നായിരുന്നു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ച. തികച്ചും സ്വകാര്യ സന്ദർശനമാണെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. ബിഷപ്പുമായി എന്തൊക്കെ സംസാരിച്ചു എന്നത് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഗുരുത്വത്തിന്റെ ഭാഗമാണെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. പ്രാതൽ കഴിക്കാൻ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു, വന്നു, പ്രാതൽ കഴിച്ചു. നിശബ്ദ പ്രചരണം തൃശൂരിൽ പ്രവർത്തകരും മറ്റു നേതാക്കളും നടത്തുന്നുണ്ട്. സന്ദർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മാത്രമാണ് വന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയാണുള്ളതെന്നും സുരേഷ് ഗോപി ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. NSS SNDP ആസ്ഥാനങ്ങളും സുരേഷ് ഗോപി ഇന്ന് സന്ദർശിക്കും. അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ പ്രചരണത്തിലുടനീളം സാധിച്ചു. 1.5 മാസം നീണ്ട പ്രചരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമേ ചർച്ചയാക്കിയിട്ടുള്ളൂ. യാതൊരു വിധത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കും താൻ നിന്നിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പൂരത്തിനെതിരായ നീക്കം നടന്നുവെങ്കിലും വിവാദം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമല്ല. വികസനമാണ് തൃശൂരിലെ മുഖ്യ ചർച്ചാ വിഷയം. ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ചതിൽ അനൌചിത്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുൻ ഇടത് എം പിയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പ്രചരണത്തിന് ഉപയോഗിച്ചതിനെതിരെ LDF പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെയോ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബവും ഇതിനെതിരെ പരസ്യമായി രംഗത്തു വന്നിരുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായുള്ളതുപോലെയല്ല, പാടെ മാറിയ രാഷ്ട്രീയ ചിത്രവുമായാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ഇടതുമുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കുമൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യമെന്ന മറ്റൊരു ബദൽ ശക്തി കൂടി കേരളത്തിൽ ചുവടുറപ്പിക്കുകയാണ്. നാളെ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2019 19 സീറ്റിലും UDF-നായിരുന്നു വിജയം. ഇത്തവണ പല അട്ടിമറികളും ഉണ്ടായേക്കുമെന്നുള്ള പ്രവചനങ്ങളുണ്ട്. എന്നാൽ ഇത്തവണ 20-ൽ 20 നേടുമെന്നാണ് UDF-ന്റെ അവകാശവാദം. കഴിഞ്ഞ തവണ കൈവിട്ട തങ്ങളുടെ കോട്ടകളടക്കം തിരിച്ചു പിടിക്കുമെന്നും മറുപടി നൽകുമെന്നും LDF-ഉം അവകാശപ്പെടുന്നുണ്ട്.